എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞൊരു യാത്രാ വീഡിയോയും ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടിയാണ് തയ്യാറാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു അവധി കിട്ടിയട്ടോ. എന്നാൽ പിന്നെ എല്ലാവരും കൂടെ ഒന്ന് ചുമ്മാ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയപ്പോഴാണ് ഞങ്ങളൊരു ഓറഞ്ച് തോട്ടം കണ്ടതേ. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഓറഞ്ചൊക്കെ നല്ലതായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മാങ്ങയും ഓറഞ്ചും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇത് കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, മനസ്സനുവദിക്കും. കുറച്ചെങ്കിലും ഓറഞ്ചൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് മനസ്സിൽ നമുക്കൊരാഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും നമുക്ക് കുറച്ച് ഓറഞ്ച് കിട്ടി. ഇവിടെ ഞങ്ങൾ ഒരു ഓറഞ്ച് തോട്ടത്തിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല പഴുത്ത ഓറഞ്ച് തന്നെ അതേ നിൽപ്പുണ്ടേ. പക്ഷേ മരത്തിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ, നമുക്കതെങ്ങനെ സ്വന്തമാക്കാമെന്നുള്ളതല്ലേ. കുറച്ച് എന്താ പറയുക, ഉയരത്തിൽ തന്നെയാണ് ഓറഞ്ചെല്ലാം നിൽക്കുന്നത്. എന്നാൽ പിന്നെ നല്ലതായിട്ട് പഴുത്ത് നിൽക്കുന്ന ഓറഞ്ചല്ലേ, ആ മരം ഒന്ന് കുലുക്കിയാലെല്ലാം താഴെ വീഴുമല്ലോ എന്ന് കണ്ട് അങ്ങനെ മരമൊക്കെ കുലുക്കി ഓറഞ്ചൊക്കെ താഴെ ഇടുന്നുണ്ടേ. അങ്ങനെ ഞങ്ങൾ ആ ഓറഞ്ചെല്ലാം വീതിച്ചെടുത്ത്, കുറച്ച് പുളിയാണെങ്കിലും ഫ്രഷായിട്ട് കിട്ടുന്ന ഓറഞ്ചുകളല്ലേ, അത് വെച്ച് ജ്യൂസ് തയ്യാറാക്കാനൊക്കെ വളരെ ടേസ്റ്റി തന്നെയാണ്. ഒട്ടും മായം കലരാത്ത ഓറഞ്ചൊക്കെ ആകുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ കഴിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഏതായാലും കിട്ടാവുന്ന അത്രയും ഓറഞ്ചുകൾ ഞങ്ങൾ സ്വന്തമാക്കിയേ. അതിൻ്റെ ആ ഒരു എന്താ പറഞ്ഞേക്കുന്നത് ആഹ്ലാദ പ്രകടനമാണ് എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഓറഞ്ച് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ഫ്രഷായിട്ടുള്ള ഓറഞ്ച് ഇത്രയും കിട്ടുന്നതേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയായി. എന്നാൽ പിന്നെ ആ ഓറഞ്ച് കൊണ്ടുവന്ന് നമുക്കൊരു പുഡിങ് തയ്യാറാക്കിയാലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ വീട്ടിലെത്തി ഈ ഫ്രഷായിട്ട് കൊണ്ടുവന്ന ഓറഞ്ച് വെച്ച് തന്നെ എന്നാൽ പുഡിങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ കൊണ്ടുവന്ന ഓറഞ്ചിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഓറഞ്ച് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഓറഞ്ച് എടുക്കുക. അതിനകത്തെ കുരുവൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുക്കണേ. ഈ സമയത്ത് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് ബിസ്ക്കറ്റാണ്. ഒരു 10-20 ബിസ്ക്കറ്റ് എടുക്കുക. ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിഷ്ടമുള്ള ബിസ്ക്കറ്റ് ഏതാണോ അത് എടുക്കാവുന്നതാണ്. ലോട്ടസോ അല്ലെങ്കിൽ മാരിഗോൾഡോ ഏതെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ബിസ്ക്കറ്റെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉരുക്കിയെടുത്ത ബട്ടറും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണേ. അതായത് ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി ഒന്ന് നനച്ചെടുക്കണം. ഇതെന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ആ പാത്രത്തിൽ കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് വേണം ഇതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൗഡർ അല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നല്ലതായിട്ട് അതിനെ ഒന്ന് അമർത്തി ഒരു ലെയറാക്കി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനിയും അടുത്തായിട്ട് നമുക്ക് വേണ്ടത്, അടുപ്പത്തേക്ക് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് പാലൊഴിക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ കലക്കിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലതായിട്ട് പാലിൽ യോജിപ്പിച്ച ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അത് കഴിഞ്ഞ ശേഷം നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണേ. കൈ മാറ്റാതെ ഇളക്കി അതിനെ യോജിപ്പിച്ചെടുക്കണം. ഇവൻ കണ്ടല്ലോ, ഏകദേശം പാല് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പാല് തിളച്ച് നല്ലതായിട്ട് കുറുകി വരുന്ന ഈ ഒരു സമയത്ത് ഞാനൊരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതായി യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ നല്ലതായി യോജിപ്പിച്ച് ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ ശേഷം ചൂട് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ പൊടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രം എടുക്കുക. അതിലേക്ക് ഈ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
എന്നിട്ട് വീണ്ടും ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാമേ. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ്. ഓറഞ്ചിൻ്റെ പുളിക്കനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഓറഞ്ച് ജ്യൂസ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസിനകത്ത് നല്ലതായി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുമ്പേ നമ്മൾ പാല് തയ്യാറാക്കിയ പോലെ തന്നെ നല്ലതായിട്ട് കുറുകി വരുന്നിടം വരെ അതിനെ തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് മധുരം നോക്കിക്കോണം. മധുരമില്ലെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്രയും മാത്രമേ ഇതൊന്ന് കുറുക്കിയെടുക്കുന്നുള്ളൂ. കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്കിതിനെ കട്ടിയാക്കി എടുക്കാം. ചെറുതായി ചൂടാറിയ ശേഷം നമ്മൾ നേരത്തെ ആ പാലിൻ്റെ മിക്സ് തയ്യാറാക്കി വെച്ചില്ലേ, അതിന് പുറത്തേക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കണേ. ഈ ഒരു ഓറഞ്ച് പുഡിങ് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു യാത്രാ വീഡിയോയും അതിൽ നിന്ന് കിട്ടിയ ഓറഞ്ച് വെച്ചുള്ളൊരു പുഡിങ്ങും അടങ്ങിയ വീഡിയോ ഇവിടെ തരുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.